Hi everyone. So we in a previous class learned about the different types of network functions which are driving point impedance function, driving point admittance function and the four types of transfer functions, isn't it? And also in our previous class we had done a question on driving point impedance function. Okay, so let us do a few more questions based on it. Okay, so here we are being given a network and the question is find the driving point impedance function. Okay, this is a similar question like we did in our previous class. Okay, so what is the first thing which we have to do in such type of questions? First of all, we have to check whether the values of the inductors and capacitors, whether it is given in the Laplace domain. If it is not given, we have to convert it. നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? ഇപ്പോൾ കപ്പാസിറ്റർ ആണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം 1/CS, ഇൻഡക്ടർ ആണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം LS. പ്രീവിയസ് ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? ഇറ്റ് വാസ് നോട്ട് കൺവേർട്ടഡ് ഇൻ ടു ദി എസ് ഡൊമെയിൻ. അപ്പോൾ നമ്മൾ അതിനെ മാറ്റി. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ എല്ലാം എസിന്റെ ടേംസിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ വി ക്യാൻ ഡയറക്ട്ലി പ്രൊസീഡ്. നമ്മളെപ്പോഴും റൈറ്റ് ചെയ്യുന്ന ഇങ്ങോട്ടേക്ക് വരിക. ഓക്കെ, നമുക്ക് ഈ ഒരു പോർട്ടിന്റെ അക്രോസ് ഉള്ള ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് ഫംഗ്ഷനെ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ നമ്മൾ നമ്മുടെ സീരീസ് പാരലൽ കോമ്പിനേഷൻ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് ഇതിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ ഒബ്സർവ് ചെയ്യുന്നത്? കപ്പാസിറ്ററും ഈ ഒരു ഇൻഡക്ടറും ദേ ആർ കണക്റ്റഡ് ഇൻ വാട്ട്? ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്, isn't it? അപ്പോൾ ഇത് രണ്ടും എന്താണ്? These two are connected in series. So series എന്ന് പറയുമ്പോൾ നമുക്കറിയാം it is 1/s upon s, isn't it? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ s, ഇവിടെ 1 + s into s, s square എന്ന് കിട്ടും. ഓക്കെ, കൂടി സർക്യൂട്ട് റീഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇവിടെ ഇൻഡക്ടർ യു ആർ ഹാവിംഗ് ദിസ് ഇസ് 1 upon s, ഇത് s ആണ്. ഈ രണ്ട് സംഭവം കൂടി കമ്പൈൻ ചെയ്തിട്ട് സിംഗിൾ ഇതായിട്ട് മാറി ദാറ്റ് ഇസ് 1 + s square upon s. ഓക്കെ, ഇവിടെ വരെ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എന്താ ഒബ്സർവ് ചെയ്യുന്നത്? നമ്പർ ദാറ്റ് ഈ ഒരു സംഭവം എന്താ? ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ, isn't it? ഇതും പാരലൽ കോമ്പിനേഷൻ ആണ്. ഇതിൽ നിന്ന് കിട്ടുന്ന ഇതിന് രണ്ടിനും നമ്മൾ ഒറ്റ കമ്പോണന്റ് ആയിട്ട് മാറ്റും. അതും ഈ ഒരു സംഭവത്തിലായിരിക്കും, സീരീസിലായിരിക്കും, isn't it? അപ്പൊ നമുക്ക് നമ്മുടെ വാല്യൂ കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിനെ പാരലലായിട്ട് റെഡ്യൂസ് ചെയ്യുക. സോ നമുക്ക് ഇവിടെ ചെയ്യാം s into 1 + s square the whole divided by s plus 1 + s square by s. ഓക്കെ, ഇതിനെ നമ്മൾ ഫർദർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? s into 1 + s square the whole divided by s, the whole divided by s into s will become s square plus 1 plus s square the whole divided by s. ഓക്കെ, സോ ഇതിനെ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? s plus s cube upon s the whole divided by 2s square plus 1 upon s. ഓക്കെ, നമുക്ക് ഇങ്ങനെ കിട്ടത്തില്ലേ? ഇനി ഇതിനെയും ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ഫൈനലി വാട്ട് വിൽ ബി ഗെറ്റിംഗ്? s plus s cube upon 2s square upon 1. ഓക്കെ, നമുക്ക് ഇങ്ങനെ കിട്ടി. ഇത് നമുക്ക് എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ഈ ഒരു സംഭവത്തിനെ റെഡ്യൂസ് ചെയ്തിട്ടാണ് എന്താക്കിയത്? ഈ ഒരു ഇതിലേക്ക് മാറ്റിയത്. സോ നമ്മൾ സർക്യൂട്ടിനെ റീഡ്രോ ചെയ്യുമ്പോൾ ഇവിടെ 1/s, ഇതിനെ നമുക്ക് എത്ര കിട്ടിയത്? s plus s cube upon 2s square plus 1. ഓക്കെ, ഇത് z of s. നമുക്ക് ഇംപെഡൻസ് ഫംഗ്ഷൻ അക്രോസ് ഇത് കണ്ടുപിടിക്കണം. നൗ വി ഒബ്സർവ് ദാറ്റ് ഈ സംഭവം എന്താണ്? These two are connected in series. ഓക്കെ, ഇത് രണ്ടും സീരീസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? രണ്ടിനെയും ജസ്റ്റ് ആഡ് ചെയ്താൽ മതി, isn't it? സോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? s plus s cube upon 2s square plus 1 plus 1/s. ഓക്കെ, ഇങ്ങനെ എഴുതി. ഇനി ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്താൽ മതി. സോ ക്രോസ് മൾട്ടിപ്ലൈ ഇറ്റ്. സോ s into s plus s cube plus 2s square plus 1 the whole divided by s into 2s square plus 1. Okay, now s square plus s raised to 4 plus 2s square plus 1 by, okay, ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഇവിടെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സോ ഹിയർ 2s cube plus s എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം?
എസ് സ്ക്വയറും 2x സ്ക്വയറും, ഇസ്ന്റ് ഇറ്റ്? എപ്പോഴും ഡിഗ്രി കൂടുതലുള്ളതിനെ ആദ്യം എടുത്ത് എഴുതുക. ഓക്കെ, സോ എസ് റേസ് ടു 4 എഴുതി, പ്ലസ് അത് കഴിഞ്ഞിട്ട് ഡിഗ്രി കൂടുതലുള്ള ഇതിനാണ്. സോ ഇത് നമുക്ക് എത്ര കിട്ടും? ഇവിടെ 1 2, സോ 2 + 1 3s സ്ക്വയർ പ്ലസ് 1 the whole divided by 2s cube plus s. Okay, so നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടി? z of x, that is driving point impedance function, is equal to s raised to 4 plus 3s square plus 1 by 2s cube plus s. Okay, so this is your final answer. Okay, so I hope it is clear. So the next question is, find the driving point impedance function and driving point admittance function of the given circuit. Okay, so നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? നമ്മുടെ സീരീസ് പാരലൽ റിഡക്ഷൻ വെച്ചിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ ഒരു പുതിയ കാര്യം ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഡ്രൈവിംഗ് പോയിന്റ് അഡ്മിറ്റൻസ് ഫംഗ്ഷൻ. ഓക്കെ, അതൊന്നുമില്ല, നമുക്ക് ഈ കിട്ടുന്ന ആൻസർ ഇല്ല. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് എന്താ? നമ്മൾ z of x ന്റെ വാല്യൂ ആയിരുന്നു കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ കണ്ടുപിടിക്കുന്ന z of s ന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. ഓക്കെ, സോ അതിന് വലിയ കുഴപ്പമില്ല. ഈ ഒരു 2s ഈ 1/2s they are connected in series. Okay, 2s and 1/2s അതെന്തിലാണ്? സീരീസ് കണക്ഷനിലാണ് ഉള്ളത്. സോ സീരീസിലാണെങ്കിൽ നമുക്ക് എന്തറിയാം? നമുക്ക് ഇത് രണ്ടിനെയും ആഡ് ചെയ്യാം. ഓക്കെ, സോ 2s plus 1/2s. ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4s square plus 1 divided by 2s. ഓക്കെ, ഇത് രണ്ടിനെ എന്ത് ചെയ്തപ്പോൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി നമ്മളിവിടെ എന്താ ഒബ്സർവ് ചെയ്യുന്നത്? ഇത് സീരീസ് കണക്ഷനിലാണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടിനെയും ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഇതിനൊരൊറ്റ സംഭവമായിട്ട് കിട്ടി, ഇസ്ന്റ് ഇറ്റ്? 2s, ഇവിടെ 2s. ഓക്കെ, ഇത് രണ്ടിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് എന്താക്കി മാറ്റി? നമ്മൾ 4s square plus 1/2s ആക്കി മാറ്റി. ഓക്കെ, നൗ വാട്ട് ഡു വി ഒബ്സർവ് ഓവർ ഹിയർ? ഈ രണ്ട് സംഭവങ്ങൾ എന്തിലാണ്? ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ, ഇസ്ന്റ് ഇറ്റ്? ഇത് രണ്ടും പാരലൽ കോമ്പിനേഷനിലാണ് ഉള്ളത്. സോ 1/2s into 4s square plus 1 the whole divided by 2s the whole divided by 1/2s plus 4s square plus 1 divided by 2s. ഓക്കെ, നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ what do we get? 4s square plus 1 the whole divided by 4s square the whole divided by ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2s plus 2s into 4s square plus 1 the whole divided by this into this. ഇവിടെ നമുക്ക് എന്ത് തന്നെ കിട്ടും? 4s square എന്ന് തന്നെ കിട്ടും. ഓക്കെ, അഗ്രീഡ്? നൗ വാട്ട് ക്യാൻ വി ഡു? നമുക്ക് ഈ 4s സ്ക്വയറിനെ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 4s square plus 1 the whole divided by ഇവിടെ 2s plus ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക s cube plus 1 plus 2s. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ രണ്ട് സംഭവം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം ക്രിയേറ്റ് ആയത്. അപ്പൊ ഞാൻ ഒന്നും കൂടി വെറുതെ ഒന്ന് റീഡ്രോ ചെയ്യാം. ഇവിടെ നമുക്ക് ആരുണ്ട്? ഇത് 2s ആണ്. ഈ രണ്ട് സംഭവം കൂടി നമ്മൾ reduce ചെയ്തിട്ടാണ് എന്താക്കി മാറ്റിയത്? 4s square plus 1 the whole divided by s cube plus. Okay, we observe that ഈ സംഭവം these two are connected in what? They are connected in series. Okay, വെറുതെ ആഡ് ചെയ്താൽ മതി, isn't it? So 2s plus 4s square plus 1 the whole divided by 8s cube plus 4s. So what will we be getting? It will become 2s into 8s cube plus 4s square plus 1 the whole divided by 8s cube plus 4s. ഓക്കെ, നമുക്ക് ഇവിടെ വരെ കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ന്യൂമറേറ്ററിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2 into 8 എത്രയാ? 16s raised to 4 plus 4s square plus 1 the whole divided by 8s cube plus 4s. Okay, ഇനി we can add these two
So 8s raised to 4 plus 12s square plus 1 the whole divided by 8s cube plus 4s. Okay, ഇനി ഇതിനെ ഫർദർ സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല. ദിസ് ഇസ് യുവർ ഫൈനൽ ആൻസർ. ഓക്കെ, ഇതാണ് യുവർ z ഓഫ് എക്സിന്റെ ആൻസർ. ഓക്കെ, ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് ഫംഗ്ഷൻ ആസ്. സോ ഇവിടെ വരെ ക്ലിയർ അല്ലേ? ഇനി ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, ദാറ്റ് ഇസ് ഡ്രൈവിംഗ് പോയിന്റ് അഡ്മിറ്റൻസ് ഫംഗ്ഷൻ. ഓക്കെ, ഡ്രൈവിംഗ് പോയിന്റ് അഡ്മിറ്റൻസ് ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇറ്റ് വാസ് റെപ്രസെന്റഡ് ആസ് y ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? i ഓഫ് എസ് അപ്പോൺ v ഓഫ് എസ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഇതിന്റെ റെസിപ്രോക്കൽ ആണ് നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ഇവിടെ കിട്ടിയ ആൻസർ എന്താണോ അതിനെ തലയിരിച്ച് എഴുതി വെക്കുക. സോ y ഓഫ് എസ് ഇസ് ഈക്വൽ ടു 8s ക്യൂബ് പ്ലസ് 4s the whole divided by 16s raised to 4 plus 12s square plus 1. ഓക്കെ, ഇത് ചോദിച്ചിരുന്ന രണ്ട് സംഭവം നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമ്മളിപ്പോൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന എങ്ങനത്തെ ആയിരുന്നു? ഒരു സിംഗിൾ പോർട്ട് ഉണ്ടെങ്കിൽ അതിന്റെ അക്രോസ് ഉള്ള ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് ഫംഗ്ഷൻ, ഡ്രൈവിംഗ് പോയിന്റ് അഡ്മിറ്റൻസ് ഫംഗ്ഷൻ, ഇതൊക്കെ കണ്ടുപിടിക്കാനായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാൻ പോകുന്നത് ഇറ്റ് ഇസ് ഓഫ് ലാഡർ നെറ്റ്വർക്ക്സ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ലാഡർ നെറ്റ്വർക്ക്സ് അതിൽ നിന്ന് നമ്മൾ v1/v2 അല്ലെങ്കിൽ v2/v1 അങ്ങനത്തെ ഇതൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, സോ ഈ സംഭവം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.